ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഓൺ ചാനൽ. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് മീൻ വറുക്കുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും മീൻ വറുക്കുന്ന രീതി ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അപ്പോൾ മാർക്കറ്റിൽ എനിക്ക് കിട്ടിയ മീൻ ഇതാണ്. നോർമലി മീൻ നമ്മൾ വറുക്കാറില്ല, വളരെ അപൂർവമായിട്ടേ മീൻ വറുക്കാറുള്ളൂ. കൂടുതലും നമ്മൾ മീൻ കറി വെച്ച് തന്നെയാണ് കഴിക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് നമ്മൾ മീൻ കറി വെച്ച് കഴിക്കുന്നത് തന്നെയാണ്. കൂടുതൽ എണ്ണയൊന്നും ചേർക്കാതെ കറി വെച്ച് കഴിക്കുന്നത് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്. പിന്നെ വല്ലപ്പോഴുമൊക്കെ നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാനൊരു ആഗ്രഹം തോന്നുമ്പോൾ മാത്രം ഫ്രൈ ചെയ്ത് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യം മീൻ ഒന്ന് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കണം. എനിക്കിപ്പോൾ ഈ മീനാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യം നമ്മൾ തലയ്ക്ക് ഉള്ളിലിരിക്കുന്ന ആ പൂവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം വറുക്കാനായിട്ട്. ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ തലയോടുകൂടി ഇങ്ങനെ വറുക്കുന്നത്. എന്നിട്ട് ഉപ്പും ഉപ്പും നാരങ്ങ നീരും കൂടി ചേർത്ത് ഒരു മൺചട്ടിയിലിട്ട് നല്ലതുപോലെ ഉരസി കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ മീനിനുണ്ടാകുന്ന ഒരു ഉളുമ്പ് ചവയുണ്ടല്ലോ, ആ ചവയെല്ലാം മാറി നല്ല ഒരു ഫ്രഷ്നെസ്സായിട്ട് കിട്ടും. മീനിൻ്റെ ആ സ്മെല്ലെല്ലാം നമ്മൾ നാരങ്ങ നീരും പിന്നെ കല്ലുപ്പും കൂടി ചേർത്ത് കഴുകുമ്പോൾ പോയി കിട്ടും. അതുകൊണ്ടാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിലും മീനിന് മുകളിൽ അതെല്ലാം നമ്മൾ നാരങ്ങ ഒഴിക്കുന്നതോടുകൂടി നല്ല രീതിയിൽ ക്ലീനായി കിട്ടും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഡയഗണലായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം. വരഞ്ഞു കൊടുത്തതിന് ശേഷം ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു ജാറിലേക്ക് 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും 4 ചെറിയ ഉള്ളിയും 5-6 വെളുത്തുള്ളിയും കൂടിയിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ഈ മീനിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഇതിൽ നിങ്ങൾക്ക് പെരിഞ്ജീരകം, മല്ലിയില, കറിവേപ്പില ഇതൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചേർത്താലും അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് നല്ല രുചിയാണ് ഇങ്ങനെ വറുക്കുന്ന മീൻ കഴിക്കാനായിട്ട്. എന്നിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് മീൻ പോലെ വറുത്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരല്പം നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്താൽ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അടുത്ത ദിവസവും ഈ മീൻ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. ഒട്ടും കേടുകൂടാതെ തന്നെ ഇരിക്കും. ഈ മീൻ നമുക്ക് അടുക്കളയിൽ തന്നെ വച്ചേക്കാവുന്നതാണ്. നല്ല രുചിയോടുകൂടിയുള്ള ഈ മീൻ വറുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.